നമസ്തേ. സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് ആൾക്കാർ തമ്മിലുള്ള സംഭാഷണം നോക്കാം. ഒരാൾ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമസ്തേ ജി, കൈസേ ഹോ ആപ്പ്? നമസ്തേ, സുഖമാണോ? കൈസേ ഹോ ആപ്പ്, സുഖമാണോ എന്നർത്ഥം. എനിക്ക് സുഖമാണ്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? മേൻ ടീക്ക് ഹും. ആപ് കിസ്ലിയെ ഇതറായ? മേൻ ടീക്ക് ഹും. എനിക്ക് സുഖമാണ്. ആപ്, താങ്കൾ, കിസ്ലിയെ, എന്തിന്? കിസ്ലിയെ ഇതറായ, എന്തിനാണ് ഇവിടെ വന്നത്? മേൻ ടീക്ക് ഹും. ആപ് കിസ്ലിയെ ഇതറായ? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ അഡ്മിറ്റാണ്. മേരാ ഏക് ദോസ്ത് യഹാം ഭർത്തി ഹുവാ ഹേ. മേരാ ഏക് ദോസ്ത്, എൻ്റെ ഒരു സുഹൃത്ത്, യഹാം, ഇവിടെ, ഭർത്തി ഹുവാ ഹേ, അഡ്മിറ്റാണ്. മേരാ ഏക് ദോസ്ത് യഹാം ഭർത്തി ഹുവാ ഹേ, അല്ലെങ്കിൽ മേരാ ഏക് ദോസ്ത് തബിയത്ത് ഖരാബ് ഹോനെ കി വജഹ സേ യഹാം ഭർത്തി ഹുവാ ഹേ. എൻ്റെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ ഇവിടെ അഡ്മിറ്റാണ്. ഇങ്ങനെയും പറയാം. മേരാ ഏക് ദോസ്ത് തബിയത്ത് ഖരാബ് ഹോനെ കി വജഹ സേ യഹാം ഭർത്തി ഹുവാ ഹേ. അവനെ കാണാനാണ് ഞാൻ വന്നത്. മേ ഉസേ മിൽനെ ആയാ ഹും. അവനെ കാണാനാണ് ഞാൻ വന്നത്. മേ, ഞാൻ, ഉസേ, അവനെ, മിൽന, കാണുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക. മിൽന, കിട്ടുക എന്നും അർത്ഥമുണ്ട്. ഇവിടെ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക. മേ ഉസേ മിൽനെ ആയാ ഹും. ഞാൻ അവനെ കാണാനാണ് വന്നത്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? ആപ് യഹാം കിസ്ലിയെ ആയേ? ഞാൻ എൻ്റെ സഹോദരിയെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. മേ അപ്നി ബഹൻ കോ ഡോക്ടർ കോ ദിഖാനെ കെ ലിയെ ആയാ ഹും. മേ, ഞാൻ, അപ്നി ബഹൻ, സ്വന്തം സഹോദരിയെ, അപ്നി ബഹൻ കോ ഡോക്ടർ കോ ദിഖാനെ കെ ലിയെ, ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. ആയാ ഹും. മേ അപ്നി ബഹൻ കോ ഡോക്ടർ കോ ദിഖാനെ കെ ലിയെ ആയാ ഹും. അവൾക്ക് എന്താണ് അസുഖം? ഉസേ ക്യാ തക്ലീഫ് ഹേ? അവൾക്ക് എന്ന് പറയാൻ ഉസേ അല്ലെങ്കിൽ ഉസ്കോ. എന്താണ് അസുഖം? ക്യാ തക്ലീഫ് ഹേ, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്? ഉസേ ക്യാ തക്ലീഫ് ഹേ? അവൾക്ക് പനിയും ജലദോഷവുമാണ്. ഉസേ ബുക്കാർ ഓർ ജുക്കാം ഹേ. അവൾക്ക്, ഉസേ, പനി, പനി എന്ന് പറയാൻ ബുക്കാർ, ഓർ ജലദോഷം, ജലദോഷത്തിന് എന്താണ് പറയുന്നത്? ജുക്കാം. അപ്പോൾ പനിയും ജലദോഷവും ഉണ്ട് എന്ന് പറയാൻ ബുക്കാർ ഓർ ജുക്കാം ഹേ. ഉസേ ബുക്കാർ ഓർ ജുക്കാം ഹേ. അവൾക്ക് പനിയും ജലദോഷവുമുണ്ട്. ഉസേ ബുക്കാർ ഓർ ജുക്കാം ഹേ. ഇവിടുത്തെ ഡോക്ടർ നല്ലതാണ്, ടെൻഷൻ അടിക്കേണ്ട. ഇതെങ്ങനെ പറയാം? യഹാ കെ ഡോക്ടർ അച്ഛേ ഹേ. ഇവിടുത്തെ ഡോക്ടർ നല്ലതാണ്. ടെൻഷൻ മത്ലോ, ടെൻഷൻ അടിക്കേണ്ട. യഹാ കെ ഡോക്ടർ അച്ഛേ ഹേ, ടെൻഷൻ മത്ലോ. അവളുടെ ആരോഗ്യനില ഉടനെ തന്നെ ശരിയാവും. ഉസ്കി തബിയത്ത് ജൽദി ടീക്ക് ഹോ ജായേഗി. അവളുടെ ആരോഗ്യനില, ഉസ്കി തബിയത്ത് ജൽദി, പെട്ടെന്ന് തന്നെ, ടീക്ക് ഹോ ജായേഗി, ശരിയാവും, അല്ലെങ്കിൽ ആരോഗ്യനില മെച്ചപ്പെടും. ഉസ്കി തബിയത്ത് ജൽദി ടീക്ക് ഹോ ജായേഗി, അതായത് അസുഖം പെട്ടെന്ന് മാറും എന്നർത്ഥം. ഉസ്കി തബിയത്ത് ജൽദി ടീക്ക് ഹോ ജായേഗി. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. മേനെ ആപ്കോ പെഹ്ലെ കഹീൻ ദേക്കാ ഹേ. ഞാൻ, മേനെ ആപ്കോ, താങ്കളെ, കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ദേക്കാ ഹേ, എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ഇങ്ങനെയാണ് പറയുന്നത്. കഹീൻ ദേക്കാ ഹേ. ഇവിടെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. പെഹ്ലെ കഹീൻ ദേക്കാ ഹേ. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. മേനെ ആപ്കോ
പഹ്ലെ കഹീൻ ദേക്കാ ഹേ. ഞാൻ നിങ്ങളുടെ അയൽക്കാരൻ്റെ വീട്ടിൽ പണി ചെയ്യാൻ വന്നിരുന്നു. മേ ആപ്കെ പടോസി കെ ഘർ മേ കാം കർനെ ആയാ താ. അയൽക്കാരൻ്റെ വീട് എന്ന് പറയാൻ പടോസി. പടോസി കെ ഘർ, പടോസി അയൽക്കാരൻ, ഘർ വീട്. പണി ചെയ്യാൻ വന്നിരുന്നു. കാം കർനെ ആയാ താ. നിങ്ങളുടെ അയൽക്കാരൻ്റെ വീട്ടിൽ പണി ചെയ്യാൻ ഞാൻ വന്നിരുന്നു. മേ ആപ്കെ പടോസി കെ ഘർ മേ കാം കർനെ ആയാ താ. അപ്പോഴായിരിക്കും ഞാൻ നിങ്ങളെ കണ്ടത്. തബ് മേനെ ആപ്കോ ദേക്കാ ഹോഗ. തബ് അപ്പോൾ, മേനെ ആപ്കോ ഞാൻ നിങ്ങളെ, ദേക്കാ ഹോഗ അപ്പോഴായിരിക്കും ഞാൻ നിങ്ങളെ കണ്ടത് എന്നുള്ള അർത്ഥത്തിൽ തബ് മേനെ ആപ്കോ ദേക്കാ ഹോഗ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഹോഗ ചേർത്ത് പറയാവുന്നതാണ്. പോയിട്ടുണ്ടാകാം, വന്നിട്ടുണ്ടാകാം, വരുമായിരിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോൾ വോ ആയാ ഹോഗ അവൻ വന്നിട്ടുണ്ടാകാം. വോ ചലി ഗയി ഹോഗി അവൾ പോയിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹോഗ ചേർത്ത് പറയാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. അഗർ ആപ്കെ ഘർ മേ കോയി കാം ഹേ തോ മുझे ബുലാവോ. നിങ്ങളുടെ വീട്ടിൽ എന്ന് പറയാൻ ആപ്കെ ഘർ മേ കോയി കാം ഹേ തോ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ, മുझे എന്നെ, ബുലാവോ വിളിക്കൂ. അഗർ ആപ്കെ ഘർ മേ കോയി കാം ഹേ തോ മുझे ബുലാവോ. തീർച്ചയായും പറയാം. ജരൂർ ബതാഊംഗ. ജരൂർ തീർച്ചയായും. ബതാന പറയുക, ബതാഊംഗ പറയാം. തീർച്ചയായും പറയാം. ജരൂർ ബതാഊംഗ അല്ലെങ്കിൽ തീർച്ചയായും വിളിക്കാം. ജരൂർ ബുലാഊംഗ. അഗർ മേരെ ഘർ മേ കോയി കാം ഹേ തോ മേ ആപ്കോ ജരൂർ ബുലാഊംഗ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായും വിളിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. ആപ്ക ഫോൺ നമ്പർ ദീജിയേ. നിങ്ങളുടെ ഫോൺ നമ്പർ ദീജിയേ, ഫോൺ നമ്പർ തരൂ. ആപ്ക ഫോൺ നമ്പർ ദീജിയേ. ശരി, ഞാൻ തരാം. ठीक है मैं दे दूँगा. ശരി, ठीक है मैं ഞാൻ, ദേ ദൂങ്ക തരാം. ठीक है मैं दे दूँगा. ഞാൻ അവളെ ഡോക്ടറിനെ കാണിച്ചിട്ട് വരാം. मैं उसे डॉक्टर को दिखाकर आ जाता हूँ. ഞാൻ അവളെ, मैं उसे ഡോക്ടറിനെ കാണിച്ചിട്ട് എന്ന് പറയാൻ ഡോക്ടർക്കോ ദിക്കാക്കർ വരാം. ആത്താഹും അല്ലെങ്കിൽ ആ ജാത്താഹും. മേ ഉസേ ഡോക്ടർക്കോ ദിക്കാക്കർ ആ ജാത്താഹും. ഞാൻ അവളെ ഡോക്ടറിനെ കാണിച്ചിട്ട് വരാം. മേ ഉസേ ഡോക്ടർക്കോ ദിക്കാക്കർ ആ ജാത്താഹും. ശരി, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ठीक है आपसे मिलकर बहुत खुशी हुई. ठीक है ശരി, ആപ്സെ മിൽക്കർ നിങ്ങളെ കണ്ടതിൽ, ബഹുത് ഖുശി ഹുയി വളരെ സന്തോഷമായി. ठीक है आपसे मिलकर बहुत खुशी हुई. നന്ദി, വീണ്ടും കാണാം. ധന്യവാദ്, ഫിർ മിലേംഗെ. ധന്യവാദ് നന്ദി, ഫിർ മിലേംഗെ വീണ്ടും കാണാം. ധന്യവാദ്, ഫിർ മിലേംഗെ. അപ്പോൾ രണ്ടുപേർ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ ചെറിയൊരു സംഭാഷണമാണ് നമ്മൾ നോക്കിയത്. നിങ്ങളിത് വീണ്ടും വീണ്ടും കണ്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.